Hello മക്കളെ, ദാടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. In an area there are 200 Parthenium and a single banyan tree. നമ്മുടെ Parthenium ഗ്രാസ് എത്രയുണ്ട്? 200 ഉണ്ട്. And banyan tree ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. നമ്മുടെ banyan tree ഒന്നേ ഉള്ളൂ കേട്ടോ. For information given below, which of the following conclusive statements is or are correct? ഈ കൊടുത്തിരിക്കുന്ന മൂന്നെണ്ണത്തിൽ ഏതാണ് ഇവർക്ക് രണ്ടുപേർക്ക് 200 Parthenium ഉണ്ട്, അതുപോലെ തന്നെ ഒരു സിംഗിൾ banyan tree ഉണ്ട്. ഇവരിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കൺക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിച്ചാലോടാ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ബാനിയൻ ഈസ് ഹൈ. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താടാ? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പെർ ഗിവൺ ഏരിയ അല്ലെ. ഒരു പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിലെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ബാനിയൻ ഒന്നല്ലേ ഉള്ളൂ, പാർത്തേനിയം 200 ഇല്ലേ. അപ്പൊ ഇവിടെ ആരുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ആടാ കൂടുതൽ? ഡെൻസിറ്റി കൂടുതൽ വരുന്നത് ഇവിടെ പാർത്തേനിയത്തിന്റെ ആണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞത് തെറ്റിപ്പോയില്ലേ. രണ്ടാമത് നോക്കിയിടാ, പോപ്പുലേഷൻ കവർ ഏരിയ ഓഫ് ബാനിയൻ ഈസ് കറക്റ്റ് ഹയർ അല്ലെ. നമ്മുടെ ബാനിയന് ഒരു വലിയ റൂട്ട് സിസ്റ്റം ഉണ്ട്, ഒരു സ്റ്റെം സിസ്റ്റം ഉണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്, ലീവ്സ് ഉണ്ട്, അവരുടെ പ്രോപ്പ് റൂട്ട്സ് ഉണ്ട്. ഇതെല്ലാം ഒരുപാട് എന്താ പറയാ, അവരുടെ പോപ്പുലേഷൻ കവർ എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കും അല്ലെ. നമ്മുടെ പാർത്തേനിയം ഗ്രാസ് അല്ലേടാ, ചെറിയ ഫൈബ്രസ് റൂട്ട്സും അതുപോലെ തന്നെ ചെറിയ ഇലകളും ഒക്കെ അല്ലേ ഇവർക്ക് ഉണ്ടാവുക. അപ്പൊ ഇതെല്ലാം 200 എണ്ണം എടുത്താലും നമ്മുടെ ബാനിയൻ ട്രീയുടെ സൈസിൽ വരുമോ? ഇല്ല. അപ്പൊ പോപ്പുലേഷൻ കവർ ഏരിയ ഓഫ് ബാനിയൻ ഈസ് ഹൈ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ളതല്ലേ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇൻ ദി എബോവ് കേസ് ദി പെർസെന്റേജ് ഓഫ് കവർ ഏരിയ ഓർ ബയോമാസ് ഇസ് മോർ മീനിങ് ഇൻ ദാൻ പോപ്പുലേഷൻ സൈസ്. കറക്റ്റ് അല്ലേടാ. നമ്മളുടെ പോപ്പുലേഷൻ സൈസ് എടുക്കുന്നേക്കാളും അല്ലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എടുക്കുന്നേക്കാളും ബയോമാസ് എടുക്കുമ്പോഴല്ലേ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് വരിക. കാരണം എത്രയൊക്കെ നമ്പർ ഈ 200 പാർത്തേനിയം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ബാനിയൻ ട്രീയുടെ അത്രയും വരുമോ? ഇല്ല. ബാനിയൻ ട്രീ നല്ല വലിയ ഹ്യൂജ് ആയിട്ടുള്ള ട്രീ ആണ് അല്ലെ. അപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേടാ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മളുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ 3ഉം ശരിയാണ്, 2ഉം ശരിയാണ്. അപ്പൊ എന്താണ് മക്കളെ നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ആൻസർ ഓപ്ഷൻ സി അല്ലേടാ വരുന്നത്. വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, ബൈ.